പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ 2 ആഴ്ചകളായി നമ്മിൽ നിന്ന് വാങ്ങിപ്പോയവരെ സംബന്ധിച്ച വിശ്വാസം, പ്രത്യാശ എന്തായിരിക്കണം എന്നുള്ള ഒരു പ്രബോധനമായിരുന്നു. ഇന്നതിൻ്റെ തുടർച്ചയെന്നോണം ഇന്നത്തെ പാഠത്തിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് തെളിഞ്ഞ തിരിയും പ്രകാശവസ്ത്രവും എന്നാണ്. തെളിഞ്ഞ തിരിയും പ്രകാശവസ്ത്രവും. നമ്മിൽ നിന്ന് വാങ്ങിപ്പോകുന്ന ഒരാൾ ഉടനെ തന്നെ അയാളുടെ ശരീരം നമ്മൾ കുളിപ്പിച്ച് വെണ്മയാക്കും, ദേഹശുദ്ധി വരുത്തും. അതാണ് ഒന്നാമത്തെ കാര്യം. അത് കഴിഞ്ഞതിന് ശേഷം ശുഭ്രവസ്ത്രം, വെള്ളവസ്ത്രം അവരെ ധരിപ്പിക്കും, പ്രകാശവസ്ത്രം അവരെ ധരിപ്പിക്കും. അങ്ങനെ പ്രകാശവസ്ത്രം ധരിപ്പിക്കുന്നു. തല വച്ചിരിക്കുന്ന ആ ഭാഗത്തായി ഒരു പീഠം വെച്ചിട്ട് 2 മെഴുകുതിരികൾ അവിടെ കത്തിച്ചു വയ്ക്കും. അണഞ്ഞ തിരിയല്ല, കെട്ട തിരിയല്ല, കത്തുന്ന തിരിയാണ് അവിടെ നമ്മൾ വയ്ക്കുന്നത്. എന്താണത് സൂചിപ്പിക്കുന്നത്? നമ്മിൽ നിന്ന് വാങ്ങിപ്പോകുന്ന ആ ആൾ കെട്ടുപോയില്ല, കത്തി പ്രോജ്വലിച്ച് ദൈവതിരുസന്നിധിയിൽ നിൽക്കുകയാണ് എന്നുള്ള വിശ്വാസം നമ്മളവിടെ ഉറപ്പിച്ചു പറയുകയാണ്. അതുകൊണ്ടാണ് നമ്മളിൽ നിന്ന് വാങ്ങിപ്പോകുന്ന ഒരാളിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ തെളിഞ്ഞ തിരി തെളിഞ്ഞു നിൽക്കുന്നു. ആത്മാവ് കെട്ടുപോയില്ല, ഇല്ലായ്മയിലേക്കല്ല. പിന്നെയോ അവർ തെളിഞ്ഞ് ദൈവതിരുസന്നിധിയിൽ പ്രകാശിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവർ പ്രകാശത്തിൻ്റെ വസ്ത്രം, വെള്ള നിലയങ്കി. വെളിപാട് പുസ്തകം 7-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങളിൽ വെള്ള നിലയങ്കി ധരിച്ച് നിൽക്കുന്ന പരിശുദ്ധന്മാരുടെയും എല്ലാ വാങ്ങിപ്പോയവരുടെയും സംഘത്തോട് ചേർന്ന് നിൽക്കുന്ന വിശ്വാസികളെ കാണാനാവും. അതുപോലെ തന്നെ വെളിപാട് പുസ്തകം 19-ാം അധ്യായം 8-ാം വാക്യത്തിൽ ശുദ്ധവും ശുഭ്രവുമായ വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുന്ന, മണവാളൻ്റെ മുമ്പിൽ നിൽക്കുന്ന മണവാട്ടിയെ സംബന്ധിച്ചുള്ള സുന്ദരമായ ചിത്രം കാണാം. നമ്മിൽ നിന്ന് വാങ്ങിപ്പോകുന്നവർ മണവാട്ടിമാരാണ്. മണവാളനായ ക്രിസ്തുവിനോട് ചേരുവാൻ പോകുന്ന മണവാട്ടിമാരാണ്. അങ്ങനെ തെളിഞ്ഞ തിരി പിടിച്ചുകൊണ്ടും ശുഭ്രമായ വസ്ത്രം ധരിച്ചുകൊണ്ടും അങ്ങനെ ദൈവസന്നിധിയിൽ നിൽക്കുന്ന നമ്മളുടെ വാങ്ങിപ്പോയവരുടെ സുന്ദരമായ ഒരു ചിത്രം, അതാണ് നമുക്ക് കാണാനാവുക. ദേഹശുദ്ധി വരുത്തി പ്രകാശത്തിൻ്റെ വസ്ത്രം, വെള്ള നിലയങ്കി ധരിപ്പിക്കുന്നു, വെള്ള വസ്ത്രം ധരിപ്പിക്കുന്നു. തല വച്ചിരിക്കുന്ന ഭാഗത്ത് ഒരു പീഠത്തിൽ തെളിഞ്ഞ തിരിയും അവിടെ വച്ചിരിക്കുന്നു. അത് സൂചിപ്പിക്കുന്നത്, ആ കർമ്മത്തിലൂടെ സൂചിപ്പിക്കുന്നത്, നമ്മിൽ നിന്ന് വാങ്ങിപ്പോകുന്ന വിശ്വാസികൾ ദൈവതിരുസന്നിധിയിൽ നിൽക്കുകയാണ് പ്രകാശത്തിൻ്റെ വസ്ത്രം ധരിച്ചുകൊണ്ട്. അതോടൊപ്പം അവരുടെ കൈകളിൽ തെളിഞ്ഞ തിരി. സ്ത്രീകളുടെ സംസ്കാര ശുശ്രൂഷയിൽ ഏവൻഗേലിയോൻ വായന, സുവിശേഷ വായന, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ ബുദ്ധിയുള്ള കന്യകമാരെ സംബന്ധിച്ച് പറയുന്നുണ്ട്. 10 കന്യകമാരിൽ 5 കന്യകമാർ ബുദ്ധിയുള്ളവരായിരുന്നു. അവരുടെ കൈകളിൽ അവർ തിരി ഏന്തിയിട്ടുണ്ട്. അത് സദാവി കത്തി പ്രോജ്വലിച്ച് നിൽക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? ആത്മാവ് പ്രകാശത്തിലാണ്, പ്രകാശിച്ചു നിൽക്കുകയാണ്. പ്രകാശത്തിൻ്റെ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ദൈവതിരുസന്നിധിയിലെ അവരുടെ നില. ഇതേ സംബന്ധിച്ച് നമുക്ക് തീർച്ചയായും ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം.
വിവാഹ ശുശ്രൂഷയിലായിരുന്നാലും സംസ്കാര ശുശ്രൂഷയിലായിരുന്നാലും മാമോദീസ ശുശ്രൂഷയിലായിരുന്നാലും നമ്മളുടെ എല്ലാ കൂദാശകളിലുള്ള ശുശ്രൂഷകളിലും അതോട് ചേർന്നുള്ള കർമ്മങ്ങൾക്ക് ദൈവവചനത്തെ അടിസ്ഥാനമാക്കിയ ഒരു പൊരുളുണ്ട്, അർത്ഥമുണ്ട് എന്ന് നമ്മൾ ഇതോടെ ചേർത്ത് മനസ്സിലാക്കണം. അവരുടെ തലയ്ക്കിടെ ഈ തെളിഞ്ഞ മെഴുകുതിരികൾ കാണുമ്പോൾ അവർ ഇപ്പോൾ കത്തി പ്രോജ്വലിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുന്നുവെന്നും അവർക്ക് വെള്ളവസ്ത്രം ധരിപ്പാൻ നൽകുന്നത് പ്രകാശത്തിൻ്റെ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ദൈവസന്നിധിയിൽ അവർ നിൽക്കുന്നതെന്നുമുള്ള ഒരു വലിയ ആഴമായ വിശ്വാസം നമ്മൾ പുതുക്കുകയാണ്. നമ്മിൽ നിന്ന് വാങ്ങിപ്പോകുന്നവരെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും സംസ്കാര ശുശ്രൂഷ അവർക്ക് വേണ്ടി നടത്തുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ നിർവഹിക്കുന്ന കർമ്മത്തിലൂടെയും എന്ന് പ്രത്യേകമായി നമുക്ക് ഓർക്കാം. മരിച്ചവരെ സംബന്ധിച്ച് എന്താണ് ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം? സംസ്കാര ശുശ്രൂഷയിൽ ശ്രദ്ധയോടെ സംബന്ധിക്കുമ്പോൾ തന്നെ ദൈവവചനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇത്തരം ധാരാളമായ നുറുങ്ങുകൾ, വിശ്വാസത്തിൻ്റെ നുറുങ്ങുകൾ നമുക്ക് ലഭിക്കും. അത് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ പ്രത്യാശ ആഴമാക്കാനും വിശ്വാസം ഉറപ്പിക്കാനും ഉള്ള നിമിഷങ്ങളായി നമുക്കതിനെ പാകപ്പെടുത്താം, പരുവപ്പെടുത്താം. കുഞ്ഞുങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആയതിന് നമ്മളെ ഏവരെയും സഹായിക്കുമാറാകും.